ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 84 years മദർ ഉറക്കില്ലാന്ന്. ഞാൻ പറഞ്ഞു ഉറക്കമില്ലെങ്കിൽ ഡോക്ടറെ കാണുക, ഉറക്ക ഗുളിക എടുക്കുക, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ, കുറച്ച് കള്ളു കുടിച്ചിട്ട് കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. 84 വയസ്സായി, ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള സമയമാണ്. ഈ അമ്മക്ക് അസുഖമായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവരുടെ പ്രശ്നം. അമ്മ ഉറങ്ങാത്തതല്ല അവരുടെ പ്രശ്നം. ഞാൻ വലിയ ഭാഗ്യശാലിയാണെന്ന് കരുതണം. ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് എത്രയോ ഇപ്പം ഞാൻ ഇട്ടു അത്. അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ രാത്രി ഉറക്കില്ലാണ്ട് കിടന്നുറങ്ങാറുണ്ട് ഇല്ലേ, കിടക്കാറുണ്ട്. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാത്രി ഉറക്കൊഴിയുമ്പോഴത്തേക്കും മക്കൾക്കുള്ളൊരു പരിഭ്രാന്തി ആലോചിച്ച് നോക്കണം. അത് പാടില്ല. അച്ഛനെയും അമ്മയും നോക്കാൻ പലരും അസുഖമായിട്ട് അച്ഛനെയും അമ്മയും നോക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പ്രിയോടും പറഞ്ഞു തന്നു, വലിയ ഭാഗ്യവതിയാണ് അമ്മയെ നോക്കാൻ അച്ഛനെ നോക്കാനൊക്കെ. നമുക്ക് ആ ഒരു നോക്കാൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞ സമയത്ത് നേരെ ഹോസ്പിറ്റലിൽ പോയി കൂടെ താമസിച്ചിട്ട് നടുവിൽ പോലും വീട്ടിൽ പോലും പോയിട്ടില്ല ഞാൻ. അവിടുന്ന് അത്രയും തിരക്കുള്ള സമയമായിരുന്നു അന്നൊക്കെ ഓഫീസിൽ. കണ്ണൂരിൽ നിന്ന് നേരെ തിരിച്ച് ഞാൻ ഹൈദരാബാദിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയം ഇപ്പം തിരുവനന്തപുരത്ത് ആ ഒരു സമയത്ത് നമുക്ക് ആരെ സെർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും. ഞാൻ ചിലപ്പം ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ മാരേജിനോ ഒന്നും പോയി എന്ന് വരില്ല, പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ അവരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ഇന്നലെയായിരുന്നു എൻ്റെ ബ്രദർ മരിച്ച് 7 വർഷമായി, മൂത്ത ബ്രദറിനൊക്കെ അസുഖം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉടനെ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി താമസിച്ചു. എപ്പോഴും അങ്ങനെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് വിടും. അങ്ങനെ പോകുന്നതാണ്. ഒന്നും എഫക്റ്റ് ചെയ്യില്ല. എന്ത് എഫക്റ്റ് ചെയ്യണം? ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫലം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. കുറച്ച് കാശ് നഷ്ടമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഒക്കെ പോണാൽ പോകട്ടും പോടാ ഒക്കെ വരും. അതെ, യു ഹാവ് ടു പ്രയോറിറ്റൈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിപ്പോ നമ്മൾ ഈ സിറ്റുവേഷനിൽ എന്താണെന്ന് വേണ്ട, അതിപ്പോ ഈയിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായ ആ പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇല്ല, അപ്പൊ ഞാൻ പറയും എന്നാ ശരി നിങ്ങൾ മാറിക്കിടന്ന് ഞാൻ 2 ദിവസം കിടക്കാം അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഉച്ചക്ക്. ഇതൊക്കെ ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ളത് ശാന്തേച്ചിയാണ്. ശാന്തേച്ചിയുടെ അച്ഛന്റെ പ്രായം എത്രയാണെന്ന് മരിക്കുമെന്ന് ചോദിച്ചട്ടെ. ശരി, അത്രയും ഭാഗ്യം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എത്രയാ വയസ്സ് പറ? 107 വയസ്സ് വരെ ഒരു രോഗമില്ലാതെ 107. അതിന്റെ തലേ ദിവസം വരെ പിന്നെ യോഗ ചെയ്ത് എല്ലാ ദിവസവും യോഗ. നമ്മളെ ചെറിയ യോഗയൊന്നല്ല, മറ്റേ എന്താ പറയുന്നത് സൂര്യ നമസ്കാരം അങ്ങനത്തെ യോഗകളെല്ലാം 107 ചെയ്ത അച്ഛൻ 107 നോട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞൊരു സിനിമ. വെരി സ്ട്രോങ്, വെരി സ്ട്രോങ്. 1% എനിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എന്റെ ധാരണ. ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യം ഇല്ലാണ്ടിരിക്കുമ്പോ ആ പേഷ്യന്റും മാനസികമായിട്ടും ബുദ്ധിമുട്ടുക അല്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ശരീരത്തിന് അസുഖം ഉണ്ടായാലും മാനസികമായിട്ട് നല്ല ഹാപ്പി ആയിട്ട്. ഞാൻ ശാന്തേച്ചിയുടെ അച്ഛൻ എൻ്റെ അമ്മ മരിച്ച സമയത്ത് കാണാൻ വന്നൊരു കഥ ഞാൻ പറയാറുണ്ട്. ആ വന്ന സമയത്ത് നമ്മൾ ഈ സാധാരണ വന്നാൽ മുറുക്കോ അച്ചപ്പോ അങ്ങനത്തെ സാധനം കൊടുക്കുമല്ലോ. വീട്ടിലാരെങ്കിലും വന്നാൽ കൊടുക്കുന്ന സാധനം ചായയും ഈ സംഭവങ്ങളൊക്കെയാണ് നാട്ടിൽ പതിവ്. അത് കൊടുത്ത സമയത്ത് ശാന്തേച്ചിയുടെ അച്ഛൻ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളവും ഒരു ബിസ്ക്കറ്റും വേണം. ഇപ്പോൾ ഹോർലിക്സ് ബിസ്ക്കറ്റൊക്കെ പണ്ട് വീട്ടിലുണ്ടാവും, പക്ഷെ ഇപ്പം അതില്ല. അപ്പോൾ ഓടിപ്പോയി, റോഡ് സൈഡിൽ തന്നെയാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ കടയിൽ പോയിട്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. ആ ബിസ്ക്കറ്റ് എന്തിനാ അറിയോ? ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കഴിക്കാനാണ്, കാരണം പല്ലില്ല. അപ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ഡയലൂട്ട് ആകുമ്പോൾ കഴിക്കാൻ എളുപ്പമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ചോദിച്ചത്. വെറും ബിസ്ക്കറ്റ് കൊടുത്താൽ കഴിക്കാൻ പറ്റില്ല, കാരണം പല്ലില്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പല്ല് പോയാൽ ഉടനെ സെറ്റ് പല്ല് വെക്കും. അപ്പം ഞാൻ ശാന്തേച്ചിയുടെ അച്ഛനോട് ചെന്ന് സെറ്റ് പല്ല് വെക്കാത്ത ഒരു സ്റ്റൈലും ഫാഷനും ഒക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞു മോനെ ഇത് വെച്ച് കഴിഞ്ഞാൽ, അത് വെച്ച് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ വയറ് ദഹിക്കില്ല. ഭഗവാൻ നമുക്ക് തരുന്നൊരു സിഗ്നലാണ് പല്ല് പറിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും കഴിക്കരുത്, ഡയലൂട്ടായിട്ട് കഴിക്കാവുന്ന നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറിച്ചു കളഞ്ഞതാണ്. ഭഗവാൻ പറിച്ചു കളഞ്ഞത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാ അസുഖവും വരുന്നു.
എന്ത് സയന്റിഫിക് ആണ് ആ തോട്ടം എന്ന് ആലോചിച്ചു അല്ലേ? ഇങ്ങനെ ജീവിതം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അസുഖമില്ലാത്തത്. നമുക്ക് അങ്ങനെയല്ല, പല്ല് പോകുമ്പോഴത്തേക്കും വേവലാതിയായി ഡോക്ടറെ കാണാൻ പോകും. എല്ലാ ഇല്ലാത്ത അസുഖങ്ങൾക്കും സുഖങ്ങൾക്കും ഇതൊക്കെ സുഖമാണ്. പല്ല് പോകാന്നുള്ള വലിയ സുഖമാണ്. ആ സുഖത്തെ അസുഖമാക്കി മാറ്റിയിട്ട് അതിനേക്കാളും വലിയ അസുഖം കൊണ്ടിരുന്നവരാണ്. ആദി വ്യാധി രൂപേണ ജായതേന്നാണ്. ആദി എന്ന് പറഞ്ഞാൽ വേവലാതിയാണ്. അതിനെയാണ് പിന്നെ വ്യാധിയായിട്ട് മാറുക. ആയുർവേദത്തിന്റെ ആദ്യത്തെ ശ്ലോകം അതാണ്, ആദി വ്യാധി രൂപേണ ജായതേ. ഏത് വ്യാധിക്കും ഒരു ആദി കാരണമായിട്ടുണ്ടാവുന്നു. അപ്പോൾ അതില്ലാണ്ടിരുന്നാൽ തന്നെ കുറേ രക്ഷപ്പെട്ടു പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഓക്കെ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട് കുറച്ച് പ്രായം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ശാന്തേച്ചിക്ക് പ്രായമൊന്നുമില്ല, 16 വയസ്സായിട്ടുള്ളൂ. പക്ഷെ 16 വയസ്സേ ഉള്ളൂ. ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് തോന്നി, അത് പറയണം തോന്നി. നമുക്ക് എപ്പെങ്കിലും കൂടാം. അപ്പൊ അന്നേരം നമുക്ക് ആ പാട്ടും കൂത്തും ഒക്കെ വരും. അന്നേരം എന്റെ പ്രായത്തിൻ്റെത് അറിയുള്ളൂ. ഓക്കെ, ശരിയപ്പോ. ഓക്കെ, ബൈ. നമസ്തേ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ബൈ. തൊഴുതിരിക്കുന്നത് ശാന്തമ്മ തിരക്കൊക്കെ കഴിഞ്ഞാ? ഇന്നിപ്പോ എനിക്ക് നിങ്ങളെല്ലാം കണ്ട സന്തോഷത്തിന് തിരക്കല്ലിന് ഇപ്പൊ ഉണ്ട്. അത് സാരമില്ല, അതെല്ലാം പെട്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ തിരക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റാൻ പറ്റുമോ അല്ലേ? അല്ല, അതിനിപ്പോ വൈകുന്നേരം ഒരു കഞ്ഞി ചെറിയ എന്തെങ്കിലും എല്ലാം ആക്കണം. അതെല്ലാം പെട്ടെന്ന് ആകുമല്ലോ. അത് ഈ ഇതിൽ പല സന്തോഷം വേറെ എവിടെയാ കിട്ടേണ്ടത്? ഇല്ല, അത് കറക്റ്റ്. യെസ്, അതാണ്. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ബൈ. കാണാം. ബൈ. ബൈ.